ഈശ്വര, ആന്റി നീതാന്റി എടുത്തോ, കിട്ടുന്നതൊക്കെ പെറുക്കിയെടുത്തോ, നമുക്ക് നാട് വിടാം. എടാ നീ എന്തായാലും മൂട്ടി തീ പിടിച്ചവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു, നിനക്ക് എന്താ പറ്റിയേ? ആന്റി എല്ലാം കൈവിട്ട് പോയെന്നാ തോന്നുന്നത്. അവള് രണ്ടും കൽപ്പിച്ച ആളെ കൂട്ടി വന്നതാന്ന് തോന്നുന്നു. നിങ്ങളുടെ മോനെ കൊണ്ട് ഞാൻ തോറ്റ്. നീ ഒരു കണക്കുണ വർത്താനം പറഞ്ഞിട്ട് മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കില്ല. എന്താണ് കാര്യം പറയടാ? ഐ ആം സോ സോറി ആന്റി. ഞാനേ എത്ര കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണെന്നറിയോ ഈ ബോഡി. ഇതിനൊരു കേടുപാട് വരാൻ ഞാൻ സമ്മതിക്കില്ല. എടാ കുട്ട, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? ആ ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? ഡോറ് കുറെ സമയമായി, ഞാനൊന്ന് പോയി തുറക്കട്ടെ. വേണ്ട ആന്റി, തുറക്കണ്ട. എടാ നിനക്ക് എന്താ, നീ തുറക്കൂല്ല, എന്നെ കൊണ്ട് തുറപ്പിക്കത്തൂല്ല. എന്താ ഇത്? ആന്റി വേണ്ട, നാശത്തിലേക്കാ നിങ്ങൾ ഈ പോകുന്നേ. ഇവൻ എന്താ ചുമ്മാ സിനിമ ഡയലോഗും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ മാട്ടെ. ആന്റി ആന്റി ഓക്കെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ എങ്ങനെ എപ്പോ സംഭവിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. നിനക്ക് വയ്യേ കുട്ടാ? ആന്റി മറ്റേ പെണ്ണ് വന്നിട്ടുണ്ട്. ഏത് പെണ്ണ്? അത് നമ്മള് കണ്ണിന് പെണ്ണാണാൻ പോയില്ലായിരുന്നു, ആ പെണ്ണ് വന്നിട്ടുണ്ട്. നമ്മള് കണ്ണൻ ഒരുപാട് പെണ്ണ് പോയി കണ്ടായിരുന്നല്ലോ. ഏത് പെണ്ണാ വന്നേ? അല്ല നീതാന്റി, നമ്മുടെ അവസാനമായിട്ട് പോയി കണ്ടില്ലേ ആ മുണ്ടാപാടൊക്കെ? അയ്യോ, ആ കൊച്ചു വന്നിട്ടുണ്ടാ? എന്തിനി? ആവോ, ആർക്കറിയാം. എന്തായാലും നീതാന്റി പണി വണ്ടിയും വിളിച്ചാ വന്നേക്കുന്നു. അല്ല കുട്ട, അവളുടെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? പിന്നെ പനിക്കിടാൻ വരുമ്പോ ആരെങ്കിലും ഒറ്റക്ക് വരും ആന്റി. അവിടെ എവിടെയെങ്കിലും മാറ്റി നിർത്തി കാണും. അവൻ ഇന്നലെ ആ ഡയലോഗൊക്കെ പറഞ്ഞു പോയപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ എവിടെയോ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന്. ഈശ്വര, ചതിച്ചോ? അത് തന്നെ ആന്റി പറയുന്ന, നമുക്ക് നാട് വിടാം. അവസ്ഥാനത്ത് കയറി ചെറ്റവർത്താനം പറയല്ലേ കുട്ട. ആന്റി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാൻ? എന്ത് വന്നാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. ഞാൻ പോയി ഡോറ് തുറക്കാൻ പോവാ. ആന്റി അത് വേണോ? എന്തൊക്കെ വന്നാലും അത് നേരിടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പില്ലല്ലോ. നീ ഒന്ന് വന്നേന്റെ കൂടെ. അല്ല ആന്റി, ഞാൻ വരണോ? ഞാൻ ഇവിടെ എവിടെയെങ്കിലും വിളിച്ചിരുന്നാലോ? കൊല്ലും പനി നിന്നെ. വന്നേന്റെ കൂടെ. ഗുഡ് മോർണിംഗ് മാഡം. മാഡോ? ഞാനോ? ആന്റി കുറച്ച് അകലം പാലിച്ചു നിന്നോ. ഇപ്പൊ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വൈകാതെ തന്നെ അത് അവസാനത്തെ മോർണിംഗ് ആവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. അല്ല, മോളെന്താ ഇവിടെ? വേദിക, come here. സംതിങ് വിത്ത് ചേഞ്ച് മാറ്റം. അയ്യേ, അപ്പൊ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ലേ ആ കൊച്ച്? ഓയാ, ഇത് അത് തന്നെ. ഏത് തന്നെ? എന്റെ പൊന്നിനെ തന്റി, ഇതവൻ ആ പെങ്കൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നതാ. അങ്ങനെ ആയിരിക്കല്ലേ? ചുമ്മാതല്ല, ഞാനും തന്നെ ഈ കൊച്ചെന്തിനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ഓർത്തിരിക്കായിരുന്നു. എന്തു പറയാനാ, ആ കൊച്ചിന്റെ വിധി ഇനിയിപ്പോ അവന് സഹിക്കണ്ടേ? അത് അവള് സഹിച്ചോളൂ, നീ നിന്റെ പണി നോക്ക്. ശരി, ഇതുവരെ കൂടെ നിന്നിട്ട് ഇപ്പൊ പ്ലേറ്റ് തിരിക്കുന്ന. അത് പിന്നെ എനിക്ക് എന്റെ മോന്റെ കല്യാണം കണ്ടാ മതി. ആന്റി അമ്മയെ പേടിപ്പിച്ചോളഞ്ഞ വളർത്തേണ്ടി. ഒന്നവിടെ നിക്ക്, ഇത് തെറ്റല്ലേ? ഏത്? കല്യാണം കഴിയുന്നതിന് മുമ്പേ ഒരു സ്ത്രീയും പുരുഷനും. ഞാൻ പറഞ്ഞു വന്നത്, അവൾ അവന്റെ കൂടെ റൂമിലേക്കല്ല പോയത്. അവിടെ എന്താ നടക്കുന്നതെന്ന് എത്തി നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആന്റിക്കില്ലേ? അതൊക്കെ നാണം കിട്ട ഏർപ്പാടല്ലേ, എനിക്കൊന്നും വയ്യ. എന്റെ പൊന്നാന്റി, കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. കല്യാണം കഴിയുന്നതിന് മുന്നേ നോക്കുന്നത് ആന്റിയുടെ ഉത്തരവാദിത്തമാണ്. ഒരു പെങ്ങളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവരാ ഈ സുജിത് വർമ്മ. അതിന് നിനക്ക് പെങ്ങളില്ലാത്തത് ഇതും തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ കൊച്ചിനെ പെങ്ങളായി കാണാനാ ഇഷ്ടം. അതെ, നീ അങ്ങനെ കാണാൻ പാടൂ. അവളുടെ ഏട്ടൻ എന്ന നിലയിൽ അവളുടെ ചാരിത്രം നഷ്ടപ്പെടാതെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ ആന്റി? ചാരിത്രയോ? എന്റെ പൊന്നു ആന്റി, തൊട്ടാ പൊട്ടുന്ന പ്രായം രണ്ടിന്റെയും രണ്ടും കൂടി ഒരു റൂമിലേക്കാ പോയേക്കുന്നത്. അവിടെ എന്താ നടക്കുന്നത്? ഈശ്വര, എനിക്ക് ഓർക്കാൻ പോലും വയ്യ. നീ ഒന്ന് പോയ ചെക്ക, അവൻ നിന്റെ പോലെ അത്ര കൺട്രോൾ ഇല്ലാത്ത ടൈപ്പ് ഒന്നുമല്ല. ദൈവം കാക്കട്ടെ എന്നെ. മിസ് വേദിക, സർ. have the schedules been corrected? Yes sir. Okay, then the file for today's meeting need to be corrected. And if you have any doubts, don't hesitate to ask. Okay? Okay sir. സുജിത്,
വൈ ആർ യു ലിവിങ് അറൗണ്ട് ഹിയർ? അത് പിന്നെ ചുമ്മാ ഈ ഇവിടെ ഇങ്ങനെ രണ്ട് മൈന അതടാ, രണ്ട് മൈന പറഞ്ഞുപോയി. ഇഡിയറ്റ്. അത് പിന്നെ മൈന പറഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്യാനാ? മിസ് വേദിക, സർ. ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? യെസ് സർ, ഐ ഏറ്റ്. അതിനെന്താ, മോളിരിക്കും, കുറച്ചുകൂടെ കഴിക്കാം. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഓക്കെ, മോളെ കഴിക്കണ്ട. പിന്നെ മോളെ മാഡം കഴിക്കണ്ട. അമ്മ വിളിച്ചാൽ നമുക്കതാ ഇഷ്ടം. Amma, I forgot to say, this is my PA, Miss Vedika. എടാ കുട്ടാ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടത്. ഞാനൊരു വടയക്ഷി. പിന്നെന്താ വയ്യേ? മിസ് വേദിക, യെസ് സർ. ലെറ്റ്സ് ഗോ. Miss Vedika യെസ് സർ. wants to be presented in the meeting. Should be marked. ഓക്കെ സർ. സർ. Tell me, Miss Vedika, സർ, ഐ നീഡ് ലീവ് ആഫ്റ്റർനൂൺ. what's the matter? അത് എൻ്റെ പെണ്ണാണല്ലോ. സർ, സാറൊന്ന് പറഞ്ഞില്ല. Okay, go when it's time. താങ്ക് യു സർ. Oh, it's okay. May I come? നീ എന്തിനാണ് വിളിപ്പിച്ചത്? You must attend the meeting at 3 o'clock. Allow me. I'm a little busy at the moment. And get out. Okay. എൻ്റെ മഹാദേവ, ഇതെന്തൊരു മനുഷ്യനാ. കസിനാണെന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കുന്നില്ല. ഇതിനൊക്കെ കെട്ടുന്ന പെണ്ണിന്റെ കലികാലായിരിക്കും. Miss Vedika, സർ. let's go to the meeting. പോവാം സർ. ഈശ്വര, ഏത് മഹാപാപിയ എന്നോട് ഈ ചതി ചെയ്ത്. പണിക്കര് പറഞ്ഞതാ ഇന്നത്തെ പെണ്ണുകാണൽ അവസാനത്തെ പെണ്ണുകാണലായിരിക്കും. അതോടെ കല്യാണം അങ്ങ് നടക്കുന്നു. അതിന് അവര് പെണ്ണ് കണ്ടിട്ടില്ലല്ലോ. അതിനു മുന്നേ മടങ്ങി പോയില്ലേ. ചേച്ചി എന്താണെന്നും മിണ്ടാത്തേ? ഞാൻ എന്ത് പറയാനാ? ചേച്ചിക്ക് സങ്കടമുണ്ടോ? എനിക്കെന്ത് സങ്കടം? പിന്നല്ല. എന്തായാലും ഇന്ന് കല്യാണം മുടക്കിയ അയാളെ എന്റെ കൈ കിട്ടിയാ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേനെ. Then give it to me. ബ്രോ, നിങ്ങളാണോ എന്റെ ചേച്ചിയുടെ കല്യാണം മുടക്കിയേ? എന്തിന്? എന്തായാലും താങ്ക് യു. എടാ കാലമാടാ, നീയാണോടാ എന്റെ കൊച്ചിന്റെ ജീവിതം തകർത്തെ. പന്ന മോനെ, ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഇവറ്റാടെ വളർത്തിയെടുക്കുന്നേ. നിനക്കൊന്നും തീരെ കണ്ണിച്ചാറില്ലടാ. അമ്മ മിണ്ടാതിരിക്കും. നീ ഒന്ന് മാറി നിൽക്കടി. ഞാൻ ഈ ചെറ്റയെ ഞാനിന്ന് കൊല്ലും. എന്റെ അമ്മ ഒന്ന് മിണ്ടാതിരിക്കും. അതിന്റെ ബോസാ. നീ എന്താ പറഞ്ഞേ? അതെ അമ്മ, ഇവരുടെ പി ആയിട്ട് എനിക്ക് ജോലി കിട്ടിയേ. എല്ലാം നശിപ്പിച്ച് കൈ തരൂ എനിക്ക്. സോറി സർ, ഐ എം വെരി സോറി. അമ്മ ആളറിയാതെ സോറി സർ. It's okay. എന്തൊക്കെയായാലും തെറി അങ്ങോട്ട് പറഞ്ഞേ നമ്മുടെ ആനന്ദ് വർമ്മയ്ക്ക് ശീലമുള്ളൂ. അങ്ങനെയുള്ളപ്പോഴാ ശരിക്കും അർത്ഥം കൂടി മനസ്സിലാവാത്ത കുറെ തെറികളെ കേട്ടത്. ഇത് കേട്ടപ്പോ തന്നെ അവന്റെ തലയിലെ കിളികൾ കൂടും കുടുക്കെടുത്ത് നാട് വിട്ടെന്നാ കേട്ടെ. ക്ഷമിക്കണം സർ, ഞാൻ ആളറിയാതെ. നിങ്ങൾ കല്യാണം മുടക്കിയ ആളെ തന്നെയല്ലേ തെറി വിളിച്ചത്? അത് ഞാൻ തന്നെയാ. ആക്ച്വലി ഞാനൊരു കാര്യം സംസാരിക്കാനായി ഇപ്പൊ വന്നേ. ഓക്കെ, ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാം. സാർ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ, അതൊന്നും വേണ്ട. ഒരു തവണ എൻ്റെ അമ്മയും എൻ്റെ കസിനും കൂടെ ഇവിടെ വന്ന് ചായക്ക് കുടിച്ച് പോയതാ. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അല്ല, ഒന്നും മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ പെണ്ണാണെന്നും പറഞ്ഞു വന്നില്ലായിരുന്നു? അത് എൻ്റെ അമ്മയാ. ഇത്രയും കേട്ടപ്പോ അമ്മയും അമ്മവും ഒരുപോലെ തന്നെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വേദികൾക്ക് ഒരു ഞെട്ടലും ഇല്ലായിരുന്നു. കാരണം ഇന്ന് രാവിലെ അവരുടെ വീട്ടിൽ ചെന്നതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഞാൻ ആക്ച്വലി ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് സമ്മതമില്ലെന്ന് പറഞ്ഞു. ബട്ട് നൗ ഐ ലൈക്ക് ഹർ ആൻഡ് ഐ അഗ്രീ ടു ഗെറ്റ് മാരീഡ്.
ഇത് കേട്ടപ്പോ നമ്മുടെ വേദിയൊക്കെ ഒരു തരം ഞെട്ടലായിരുന്നെങ്കിൽ അമ്മ കിടന്ന് തുള്ളിച്ചാടുമായിരുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. ആന്റിയുടെ മനസ്സിലിപ്പോ എന്താന്ന് ഞാൻ പറയട്ടെ. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ചെലവുകളുണ്ട്. അത്ര പൈസ കൊടുക്കണം, ഇത്ര സ്വർണം കൊടുക്കണം, അതൊക്കെയല്ലേ ഓർക്കൊണ്ടിരുന്നത്. ആക്ച്വലി എനിക്ക് ഇവിടെ മാത്രം മതി. ഐ മീൻ ഈ സ്വർണം, പൈസ, ഇങ്ങനെയുള്ള സാധനമൊന്നും എനിക്ക് ആവശ്യമില്ല. ഇനിയുള്ളതൊക്കെ നിങ്ങളെ തീരുമാനിക്കേണ്ട. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വിളിച്ചറിയിച്ചാൽ മതി. എനിക്ക് ശരി, ഞാൻ ഇറങ്ങുവാ. അല്ല മോനെ, ഒരു ചായ പോലും കുടിക്കാതെ? അയ്യോ വേണ്ട ആന്റി, പിന്നീട് ഒരിക്കലാവും. ഇത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? കല്യാണം മുടക്കുന്നു, പിന്നെ വന്ന് പ്രപ്പോസ് ചെയ്യുന്നു. അതിനും കൊള്ളാം, നല്ല ചേട്ടനാ, എനിക്കിഷ്ടപ്പെട്ടു. എങ്കിൽ നീ കെട്ടിക്കോ. അതിന് എന്നെ അല്ലല്ലോ ഇഷ്ടം, ചേച്ചിയല്ലേ? അല്ല മോളെ, എന്താ മോളുടെ അഭിപ്രായം? അതമ്മ, ഞാൻ അവരുടെ വേറെ ഒരു ജോലിക്കാരി മാത്രം. അങ്ങനെയുള്ളപ്പോ അവരെനിക്ക് അതൊന്നും ശരിയാവില്ല അമ്മ. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്. കണ്ടോ കണ്ടോ, എന്തിനാ ചേച്ചി ഞാൻ നീട്ടി കൊണ്ടുവന്നേ? എന്തായാലും ഹീറോയിനുള്ളതാ. അമ്മു, നീ ആവശ്യമില്ലാത്തടത്ത് സംസാരിക്കല്ലേ. നിനക്കൊന്നും അറിഞ്ഞൂടാ, എനിക്കെല്ലാം അറിയാം. ഓക്കെ, ചേച്ചിക്ക് ഈ കല്യാണം വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ എന്തുകൊണ്ടാ ഏട്ടനെ റിജക്റ്റ് ചെയ്തെന്നുള്ള കറക്റ്റ് റീസൺ എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. എന്താ പറ? എന്ത് നല്ല ചേട്ടനാ. ഗ്ലാമറിന് ഗ്ലാമർ, ക്യാഷിന് ക്യാഷ്, എഡ്യൂക്കേഷൻ. ഇനി എന്ത് വേണം? എന്റെ സങ്കല്പത്തിലുള്ള ഭർത്താവൊക്കെ ഈ ഏട്ടനെ പോലെ ഇരിക്കും. ഈ ചേച്ചിക്ക് എന്താ ഒന്നും പറ്റാത്തേ? ചേച്ചി, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ഒരു കാര്യം പറയാം. ചേച്ചി ഇങ്ങനെ ഈ ചേട്ടനെ റിജക്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ചെക്കനെ കല്യാണം കഴിച്ചാ ഞാൻ ആ ചെക്കനെ കൊല്ലും, ചേച്ചിയെ കൊല്ലും, ഞാനും ചാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താണ് എന്നൊരു കളച്ചിരിയൊക്കെ? അതിന് തക്കതായിട്ടുള്ളൊരു കാരണം ഉണ്ടെന്ന് കൂട്ടിക്കോ. ദെൻ ഞാൻ ഇന്ന് വേദികയുടെ വീട്ടിൽ പോയിരുന്നു. എന്തിന്? എനിക്ക് അവളെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ. എന്നിട്ട് പറഞ്ഞേ? പറഞ്ഞു. എന്നിട്ട് അവർ നിന്റെ മെഡൽ വെട്ടിയടിച്ചില്ലേ? പോടാനായിട്ട്. അല്ല, എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഡിസിഷൻ പിന്നീട് അറിയിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്താണെന്നറിയോ ആന്റി, അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോന്നെ. അവിടെ വെച്ചെങ്ങാനും ആ കൊച്ചവന് ഇഷ്ടമെന്ന് പറഞ്ഞ അവനത് സഹിക്കാൻ പറ്റില്ല. നാളെ സൺഡേ അല്ലേ, അപ്പൊ ഇനി ആ കൊച്ചു നാളെ ഇങ്ങോട്ട് വരില്ലല്ലോ അല്ലേ? ഷേ, വരുവരുന്നേ, ഞാൻ തന്നെ ചോദിച്ചേനെ നേരിട്ട്. അത് പറഞ്ഞു പോയി ഞാൻ ഓർത്തെ. നാളെ നിനക്ക് എവിടെ പോകാനൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ ഉണ്ടെന്ന് പറഞ്ഞാല് ഞാൻ നിന്നെ വിടത്തില്ല. എന്നെ കൂടെ അമ്പലത്തിലോട്ടൊന്ന് വരണം. എന്റെ ഒരു നേർച്ചയും വഴിപാടും നേർന്നിട്ടാണെന്നറിയോ നീ ഒന്ന് കല്യാണത്തിന് സമ്മതിച്ചു കിട്ടിയ. എന്തായാലും നാളെ നീ അങ്ങോട്ട് പോയേ പറ്റൂ. ഇനി നീ ഒന്നും പറയാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ചെന്ന് കിടക്ക്. ഹായ്, ഐശ്വര്യമുള്ള മോള്. നിന്നെ പോലെ അല്ലടാ, അമ്പലത്തിലൊക്കെ പോകുന്ന കൊച്ച. അല്ല, അമ്മ ഇതങ്ങോട്ടാ? ഞാനൊന്ന് ചെന്ന് സംസാരിക്കട്ടെടാ എന്റെ ഭാവി മരുമകളോട്. മോളെ, ആന്റി അല്ല അമ്മ. മോള് കുറെ സമയമായി വന്നിട്ട്? ഇല്ല, ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. മോളെ, അമ്മയ്ക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അമ്മ ചോദിച്ചോളൂ. ഇന്നലെ അവിടെ അമ്മ വന്നിരുന്നു പറഞ്ഞു. മോൾക്ക് അവനെ ഇഷ്ടമാണോ?